ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് കെ.സി. വേണുഗോപാൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്നാണ്. അത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന, അവർക്ക് എന്താണ് പറയേണ്ടതെന്നറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞുകൂടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം അവിടെ ഒന്ന് പറയുകയാണ് 62 ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ? അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ? അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും മാപ്പ് പറയേണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി കൊടുക്കുകയാണ്. അത് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 5 മാസത്തെ കുടിശ്ശിക വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള സമയത്ത്. അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ സമയത്ത് 18 മാസം വരെ കുടിശ്ശിക വന്നതിൻ്റെ കാര്യം ചർച്ച ചെയ്തത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്ത് തീർക്കും എന്നുള്ളത് പറഞ്ഞ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരെ സഹായിക്കാൻ കൊടുക്കുന്നതാണ്. കേരളത്തിലാണ് ഏറ്റവും മാതൃകാപരമായി നടക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസിന് എന്നല്ലേ അതിനർത്ഥം? നിങ്ങളെന്തിനാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട, നിങ്ങൾ ആകെ പിന്നെ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ? എന്ന് മാത്രമല്ല, പോയിന്റുകളും കാര്യങ്ങളും വെച്ച് പറയൽ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം, UDF നേതൃത്വം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നത്. ഏത് വികസനകാര്യമൊന്നും അവർക്ക് പറയാനില്ല, വികസനത്തിൻ്റെ ഒരു വിഷയം പറയാനില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനില്ല. ഇങ്ങനെ ഉള്ള കാര്യങ്ങളും അപവാദങ്ങളും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിൽക്കുന്നത്.